നമസ്തേ, വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേരള PSCയുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് PSCയുടെ വെബ്സൈറ്റ് നമ്മളെങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിലെങ്ങനെ നമ്മളൊരു അവസരം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ പറയുന്നത്. അപ്പോൾ നമ്മൾ PSCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഫോട്ടോയും സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനൊരു സൈസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈസിലേക്ക് നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ആദ്യം എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കണം. അതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അവസാനമാണ് ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഫോട്ടോ രജിസ്ട്രേഷൻ എങ്ങനെ നമ്മൾ ചെയ്യണം, നമ്മൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റിയിട്ട് PSCയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ സിമ്പിളായിട്ട്, അതായത് ഫോട്ടോഷോപ്പൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും മുതൽ രജിസ്ട്രേഷനും അതിനുശേഷം നോട്ടിഫിക്കേഷൻസ് എടുത്തിട്ട് അതിലൊരു പോസ്റ്റിലേക്ക് നമ്മൾ അപേക്ഷിക്കേണ്ടത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നോക്കാം. ഒന്നാമത്തെ പറയുന്നത് ഫോട്ടോ നമുക്ക് ഒന്നെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മളിലുണ്ടെങ്കിൽ അത് നമുക്ക് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നിന്നിട്ട് സ്റ്റഡിയായിട്ട് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ആ ഒരു ഫോട്ടോയിൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ പറയുന്നത് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അത് മൊബൈലിൽ ഫോട്ടോ എടുത്താൽ മതി. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, SLC, +2, ഡിഗ്രി എന്തൊക്കെ ഉണ്ടോ അതെല്ലാ ഡീറ്റെയിൽസും. പിന്നെ നമ്മുടെ ഐ ഡി പ്രൂഫായിട്ട് ആധാർ കാർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി വിട്ടു, മൊബൈൽ നമ്പറും ഇമെയിൽ ID ഇതും കൂടി വേണ്ടിട്ട് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്കിത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെയാണ്. ഫോട്ടോഷോപ്പ് അറിയാവുന്നവർ അത് വെച്ച് ചെയ്യാം. അതറിയാത്തവർക്കായിട്ട് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഗൂഗിളിൽ PSC ഫോട്ടോ റീസൈസർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വന്ന് എടുക്കുന്നുണ്ടാവും ഈ ഒരു വെബ്സൈറ്റ്. ആ റീസൈസ് ഫോട്ടോ ഫോർ കേരള PSC എക്സാം എന്നും പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ സൈറ്റ് ചില സമയത്ത് ചെറിയൊരു ലോഡായിട്ട് നിൽക്കാറുണ്ട്, ചിലപ്പോൾ പെട്ടെന്നായിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ എടുത്തൊരു ഫോട്ടോ ആണെങ്കിൽ, ഇപ്പോൾ ലൈവായിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തതാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ബാക്കിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പം അതിനായിട്ട് റിമൂവ് ബീജിങ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു വെബ്സൈറ്റ് കിട്ടും. ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. അതിൽ അപ്ലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഒരു നീല കളറിൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോവുക. അതിപ്പോൾ മൊബൈൽ ഫോണിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ. മൊബൈൽ ഫോണാണെങ്കിൽ ഗാലറിയിൽ പോവും, കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മുടെ ഫയലിലേക്ക് പോകും. അപ്പോൾ ആ ഫയലിൽ നിന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ അപ്ലോഡായിട്ട് വരും. അപ്പോൾ അതൊന്ന് അപ്ലോഡായിട്ട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് തിളങ്ങണ പോലെ കാണിച്ചിട്ട് ആ ഇമേജ് അതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായിട്ട് കട്ട് ചെയ്ത് പോകും. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ നമ്മുടെ ആ രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോകും. അപ്പോൾ നമുക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് കിട്ടണം. അതായത് PSC നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണല്ലോ. അപ്പോൾ അതിനായിട്ട് കണ്ട ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ്, ഒരുപാട് കളറുണ്ട്. നമ്മളതിൽ വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഡൺ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ മൊബൈൽ ഫോണിൽ എടുത്തൊരു ഫോട്ടോ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇതേപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നിമിഷം നേരത്തെ പണിയുള്ളൂ, അതിന് ഫോട്ടോഷോപ്പ് അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രകാരം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റിയിട്ട് അതിൽ ആ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ അപ്പോൾ ഇത് എടുക്കണില്ല, കാരണം ഈ ഫോട്ടോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് വീണ്ടും പഴയ വെബ്സൈറ്റിലേക്ക് പോവാം, റീസൈസ് ഫോട്ടോ എന്നുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, അതിൽ ചൂസ് ഫയൽ, ആ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിക്ക് പോകും. ഗാലറിയിൽ നിന്ന് നമ്മൾ ആ ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. അപ്പോൾ അതിൽ കണ്ട അപ്ഡേറ്റ് യുവർ ഫോട്ടോ എന്നുള്ളത്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒന്ന് കറങ്ങിക്കൊണ്ട് ഈ ഒരു ഇമേജ് അതിൽ അപ്ലോഡ് ആവും. അതായത് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ആവും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. അതിൽ ആ ഡാർക്കായിട്ടുള്ള ഭാഗം നമ്മൾ സെലക്ട് ആവാത്തതാണ്. ഒരു ചെറിയൊരു സ്ക്വയറിൽ കണ്ടില്ലേ, അതിലൊന്ന് സൈഡിലൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഇമേജ് വലുതായിട്ട് വരും. അതായത് നമുക്ക് ഏത് ഭാഗമാണോ സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. വലിയൊരു ഫോട്ടോ ആണ് ചിലപ്പോൾ നമുക്ക്
ഹാഫ് സൈസ് അല്ലേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഏകദേശം സെൻറ്റർ ആക്കി വയ്ക്കുക. കാരണം നമ്മൾ സെൻറ്റർ അല്ല എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോബ്ലം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സെൻറ്റർ ആക്കി വയ്ക്കുക. പിന്നെ സെൻറ്റർ ആണോ എന്ന് അറിയാനായിട്ട് റൈറ്റ് സൈഡിൽ പ്രിവ്യൂ എന്നുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എത്രത്തോളം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ താഴെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും വേണമെന്നുള്ള നിർബന്ധമുണ്ട്. അതിനുള്ള ഓപ്ഷൻ കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ കണ്ട ആ ബോക്സിൽ ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിയിലുള്ള ഭാഗം സെലക്ട് ആവും. അവിടെ നമുക്ക് നമ്മുടെ പേര് എഴുതി ചേർക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നത്തെ ഡേറ്റ് നമ്മൾ എന്നാണ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് അതിൽ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അത് 2 ദിവസം മുന്നത്തേക്ക് മാറ്റണം എന്ന് നിങ്ങൾക്ക് മാറ്റാം, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പേരും ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ ക്രോപ്പ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ PSCക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സൈസിനായിട്ട് നമ്മുടെ ഫോട്ടോ പേരും ഡേറ്റോടും കൂടി നമുക്ക് കാണിക്കും. അപ്പോൾ അതിൽ ഡൗൺലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇനി അടുത്തത് സിഗ്നേച്ചർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആ പേജിൻ്റെ മുകളിൽ കേരള PSC ഫോട്ടോ ഒരു സിഗ്നേച്ചർ ഉണ്ടാവുമല്ലോ, അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സിഗ്നേച്ചറിൻ്റെ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ പഴയ സ്റ്റെപ്പ് പോലെ തന്നെ ആ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിക്ക് പോകും. ഗാലറിയിൽ നമ്മൾ സിഗ്നേച്ചർ ഏതാണോ അത് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തിട്ട് അതിൽ ഓപ്പൺ ഞെക്കി കഴിഞ്ഞാൽ സൈറ്റിൽ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് സൈറ്റിൽ അപ്ലോഡ് ആവും. പഴയ മെത്തേഡ് തന്നെ. അത് ആ സിഗ്നേച്ചർ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ സിഗ്നേച്ചർ സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു സെലക്ഷൻ സ്ക്രോൾ ചെയ്തിട്ട് വലുതാക്കിയിട്ട് കൊടുന്ന് വയ്ക്കുക. ജസ്റ്റ് ആ കോർണറിലൊന്ന് പിടിച്ച് വലിച്ചാൽ മതി. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ വലുതായി വരും. നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ചെയ്തില്ലേ അതേപോലെ തന്നെയാണ് വരുന്നത്. അതൊന്ന് പിടിച്ച് വലുതാക്കി ഏകദേശം സെൻറ്ററിലാക്കി വയ്ക്കുക. സെൻറ്ററിലാക്കി വെച്ചിട്ട് അടിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ക്രോപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ PSCയിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൈസിൽ ആ സിഗ്നേച്ചർ ക്രോപ്പായിട്ട് വരും. അത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫയലിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചർ ഡൗൺലോഡ് ആവും. അപ്പോൾ ഇത്രയുള്ള ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ അടുത്തത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് PSCയുടെ വെബ്സൈറ്റ്. അപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് കേരള PSC തുളസി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ റൈറ്റ് സൈഡിലുണ്ട് ഒരുപാട് ഓപ്ഷൻസ്, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതിൽ ഏറ്റവും അടിയിലായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ന്യൂ രജിസ്ട്രേഷൻ സൈൻ അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നമ്മുടെ ID കാർഡ്, അത് ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ, നമ്മുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കാസ്റ്റ്. ഇതിലൊരു കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതായത് നമ്മൾ കാസ്റ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ SC STക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ കാസ്റ്റ് ഇതിൽ സെലക്ട് ചെയ്യാനിട്ടുണ്ടായിരിക്കില്ല. അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക ഓരോ ഓപ്ഷൻസ് ആയിരിക്കും. ഫാദർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് A തൊട്ട് B വരെ അല്ലെങ്കിൽ C തൊട്ട് D വരെ അങ്ങനെയൊക്കെയും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റിൻ്റെ ലെറ്റർ തുടങ്ങുന്നത് ഏതിലാണോ? ഇപ്പോൾ പുലയ ആണെങ്കിൽ P എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇനി അഥവാ വേട്ടുവ ആണെങ്കിൽ V ഉള്ള ഭാഗം ഏതാണോ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ കാസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ, ഞാനത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. പിന്നെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും, അതായത് നമ്മൾ PSCക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐഡിയും പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അവിടെ ഇൻറ്റു കാണിക്കും. ആരും ഉപയോഗിക്കാത്ത നല്ല പാസ്വേഡാണെങ്കിലും, പാസ്വേഡല്ല യൂസർ ഐഡി ആണെങ്കിൽ അവിടെ പച്ച ടിക്ക് മാർക്ക് കാണിക്കും. അപ്പോൾ ടിക്ക് മാർക്ക് വരാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്യാപ്ച കോഡ് കണ്ടില്ലേ, അത് അടിയിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബോക്സ് ഉണ്ടല്ലോ ടിക്ക് മാർക്ക് ഇടുക. ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ്റെ. അടുത്തതെന്ന് പറയാൻ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ആയെന്ന് മറ്റേ അതിൽ കാണിക്കും. അപ്പോൾ അതിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ കേരള PSCയുടെ വെബ്സൈറ്റ്, ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ആ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളടത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത യൂസർ ഐഡിയും പാസ്വേഡും അവിടെ ടൈപ്പ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ആ ക്യാപ്ച കോഡ് ഉണ്ടായിരിക്കും. ആ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം അടിയിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ
അതിനിപ്പോൾ സ്മോൾ ലെറ്റർ തന്നെ വേണം, ക്യാപിറ്റൽ വേണം, മിക്സർ വേണമെന്നില്ല. ക്യാപിറ്റൽ ലെറ്റർ മാത്രമാണെങ്കിലും നമുക്കതിൽ പാസ്വേഡ് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ കൊടുത്തത് ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ഉള്ളൂ. അതാണ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ കാണിച്ചില്ല ക്യാപ്സ് ലോക്ക് ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാം, അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രൊഫൈൽ വരും. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിക്കും. പിന്നെ അതിലുണ്ടായിരിക്കുക നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുമല്ലോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. അപ്പോൾ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നാഷണാലിറ്റി ഉണ്ടായിരിക്കും, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. താഴെ റൈറ്റ് സൈഡിലായിട്ടൊരു ബട്ടൺ, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം സേവ് ആയെന്ന് കാണിക്കുക. അതിൽ ഓക്കെ അടിക്കുക. പിന്നെ നമ്മുടെ അഡ്രസ്സ് 2 എണ്ണം ഉണ്ടായിരിക്കും കേട്ടോ. ആ ഫസ്റ്റത്തെ കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് താഴത്തേൽ ആ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാ വിവരങ്ങളും വരും. അതായത് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും അത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അതല്ല അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ അഡ്രസ്സ് കൊടുക്കാനായിട്ട്. ജസ്റ്റ് അല്ലാതെ ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ റൈറ്റ് സൈഡിലായിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ എന്ന് കാണിക്കും. അത് ജസ്റ്റ് നോക്കി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ അത് കണ്ടില്ല ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പേജാണ് വരിക. അതിൽ ആ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചാൽ ഫോട്ടോ നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. അതിനായിട്ട് ഗാലറിയിൽ പോവുക. ഗാലറിയിൽ ജസ്റ്റ് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരും. ഇതിൽ വരുമ്പോൾ നമ്മൾ അതിൽ പേരും ഡേറ്റും, അതായത് നമ്മൾ ഫോട്ടോ ആകുമ്പോൾ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, പേരും ഡേറ്റും, അത് അതേപോലെ തന്നെ നമ്മൾ ആ റൈറ്റ് സൈഡിൽ ആ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ പേര് എഴുതുക, ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് എത്രയാണോ ആ ഡേറ്റ് അവിടെ കൊടുക്കുക. ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് അതായത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെ ഒരു 3 ഓപ്ഷൻ ഉണ്ട്. ആ 3 ബോക്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അത് എല്ലാം ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് താഴെ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അതായത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് വരും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു കൺഫർമേഷൻ ചോദിക്കും, അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിൽ വരുന്നത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ്. അത് സെയിം മെത്തേഡ് തന്നെ. ആ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗാലറി പോവും. ഗാലറിയിൽ നമുക്ക് ആ സിഗ്നേച്ചർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഇതിലും ആ മറ്റേ ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുക, സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു രജിസ്ട്രേഷൻ്റെ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് റിവ്യൂ നമുക്ക് വായിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ച് നോക്കാം, എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കണ്ട ഒരു പച്ച പേനയുടെ പോലെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എഡിറ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ഫൈനൽ സബ്മിഷൻ ചെയ്യാം. ഇനി നമുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് വീണ്ടും ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ മെത്തേഡ് തന്നെ ആ യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ച കോഡും വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിൽ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പോലീസായിട്ട് ബന്ധപ്പെട്ടതോ ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായിട്ട് വരുന്നുള്ളൂ. അതല്ല നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെയുള്ളത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. അത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് രണ്ടും നിർബന്ധമായിട്ടും കൊടുക്കണം. അത് കൊടുത്താൽ മതി നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്യുക, ക്യാപ്ച കോഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇതേപോലെ വരും. അതിൽ കണ്ട അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും മൈ പ്രൊഫൈൽ എന്നും പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആൻഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിലല്ലാതെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SLC+2 ഏതാണോ അത് അതിൽ സെലക്ട് ചെയ്യാനുണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് കൊടുക്കുക. അതിൻ്റെ സബ്ജക്റ്റ് ഏതാണ് സബ്ജക്റ്റ് കൊടുക്കുക. ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ ജനറൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ സാധാ 10ാം ക്ലാസ് CBSE അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാധാ കോഴ്സ് പഠിച്ചിട്ടാണെങ്കിൽ ജനറൽ കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പാസ്സായിട്ടുള്ള മാസം വർഷം അത് കൊടുക്കണം. പിന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടിയത്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമുക്ക് സേവ് കൊടുക്കാം. സേവ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഒരു ക്വാളിഫിക്കേഷൻ അതിൽ ആഡായി. നമുക്കിനി വീണ്ടും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്വാളിഫിക്കേഷൻ ഏതാണത് കൊടുക്കുക. പിന്നെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അതിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തന്നെ അതിൽ കാണാൻ സാധിക്കും ഒരു പാനയുടെ രൂപത്തിലുള്ള ചിഹ്നത്തിൽ.
അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ പ്രൊഫൈൽ എന്തെങ്കിലും കൊടുത്തതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫിസിക്കലായിട്ടുള്ള കാര്യം അതൊന്നും ഇപ്പോൾ കൊടുക്കണമെന്നില്ല. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. അല്ലെങ്കിൽ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കും നമ്മുടെ ഹൈറ്റ് വെയിറ്റ് എത്രയാണെന്നുള്ളത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൊടുത്താൽ ക്യാപ്ച കോഡും കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്താൽ മതി. അപ്പോൾ ആ ഡീറ്റെയിൽസ് അതിൽ വരും. അതിപ്പോൾ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, അതായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോഴേ അത് ആവശ്യമുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് ലാംഗ്വേജ് അതൊക്കെ അറിയണമെന്നുള്ള ഭാഗം നമ്മൾ കൊടുക്കണം. അതിനായിട്ട് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കണ്ട അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുമ്പോൾ താഴെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മലയാളം ഉണ്ടായിരിക്കും, മലയാളം സെലക്ട് ചെയ്യുക. നമ്മുടെ സ്പീക്കർ റീഡ് റൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിലൊക്കെ ടിക്ക് ചെയ്യുക. അപ്പുറത്ത് മദർ ടങ് എല്ലാതും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു പ്ലസ് ചിഹ്നം കണ്ട അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സേവ് ആയിട്ട് അടുത്ത ഓപ്ഷൻ വരും. നമ്മൾ അടുത്ത ലാംഗ്വേജ് കൊടുക്കുക. ഏതൊക്കെ ലാംഗ്വേജ് നമുക്ക് കൊടുക്കാണ്ടോ അതെല്ലാം അതുപോലെ കൊടുക്കുക. ഓരോന്നും കൊടുത്തു കഴിയുമ്പോൾ ആ ലാസ്റ്റത്തെ ആ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് സേവ് ആവുള്ളൂ. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ആ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഡിക്ലറേഷൻ കൊടുക്കുന്നത് അത് ഏറ്റവും താഴെയായിട്ട് കാണിക്കും. ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കണ്ടോ ഡിക്ലറേഷൻ എന്നുള്ള ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യുക. അതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ എക്സ് സർവീസ്മാൻ ആണോ അതോ ജവാൻ്റെ വൈഫ് വിഡോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് യെസ് നോയോ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ എല്ലാത്തിനും ക്ലിക്ക് ചെയ്യുക. അതെന്തായാലും കൊടുക്കണം, അത് കൊടുത്താൽ മാത്രമേ നമുക്ക് അടുത്തൊരു അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് അവരതിൽ കാണിക്കും. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് കൊടുക്കുക. ഈ ഡിക്ലറേഷനും ക്വാളിഫിക്കേഷനും നമ്മുടെ ലാംഗ്വേജും ID പ്രൂഫിൻ്റെ ഇതും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ബാക്കി ഫിസിക്കലും കാര്യങ്ങളും എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അല്ലാതെ നമ്മൾ സേവ് ചെയ്യും മുന്നേ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യേണ്ടതായിരിക്കും. അതിനുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനി അടുത്തത് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന LD ക്ലർക്കും LGS ആണല്ലോ, അതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കാൻ നോക്കുക. അതിനായിട്ട് നമ്മൾ പ്രൊഫൈൽ എടുക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണാമല്ലോ, അതിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് PSCയിൽ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കൊടുക്കണതിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത് 6ാമത്തേലാണ്. 6ാമത്തേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അതിൽ കാണാം ക്ലർക്ക് എന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റഗറി നമ്പർ അറിയുന്നത് വെച്ചാൽ അതിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഉണ്ട് മോൾ അപ്ലൈ ആവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജാണ് വരും. അതായത് നമ്മുടെ ആ പേരും ആ ഡേറ്റും നമ്മൾ ആ റൈറ്റ് സൈഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിച്ചില്ലേ, അതേപോലെ തന്നെ പേരും ആ ഡേറ്റും കറക്റ്റായിട്ട് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം അടിയിൽ ആ 3 ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുക. നമ്മൾ ആ ഫസ്റ്റ് കൊടുത്ത അതേ മെത്തേഡാണ്. ഇതെല്ലാം അപേക്ഷകൾക്കും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ ഒരു നോട്ടിഫിക്കേഷൻ എടുക്കുക, അത് സെലക്ട് ചെയ്യുക, അതിൽ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ വരും, ഫോട്ടോ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു പേജ് വരും, അതിൽ ജില്ല ചോദിക്കും, ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളത്. ആ ജില്ല സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫിക്കേഷൻ്റെ ഇത് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നമ്മൾ ക്വാളിഫൈ ആവണം എന്നുള്ളത്. അതിൽ യെസ് കൊടുക്കുക, ജസ്റ്റ് അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അടിയിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് ചോദിക്കും. അതായത് നമ്മളെ ജില്ലയും താലൂക്കും നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പരിസരത്തിനാണ് എക്സാം സെൻറ്റർ വരും നമുക്ക്. അപ്പോൾ ആ 2 കാര്യങ്ങളും അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് ഇട്ടിട്ട് അടിയിൽ സബ്മിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് പ്രിവ്യൂ കാണിക്കും, എല്ലാ വിവരങ്ങളും ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ജോലിക്ക് അപേക്ഷിക്കാനുള്ള സ്റ്റെപ്പുകൾ വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ പ്രൊഫൈൽ ഉണ്ടാക്കി നമുക്ക് അപേക്ഷ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് അപേക്ഷിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.